ഇന്ന് ലോകം ഭാരതത്തെ നോക്കി അത്ഭുതപ്പെടുകയാണ്. ഓരോ ദിവസവും പുതിയൊരു ചുവടുവെപ്പിലേക്ക്, പുതിയൊരു നേട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം കുതിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വെറുമൊരു ഉപഭോക്താവായിരുന്ന ഇന്ത്യയിൽ നിന്നും ലോകത്തിന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന നിർമ്മാതാക്കളായി നാം മാറിയിരിക്കുകയാണ്. ആധുനിക യുദ്ധഭൂമിയിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ ഡ്രോൺ ആക്രമണങ്ങളെ തകർത്തെറിയാൻ ഭാരതം ഇന്ന് ഭാർഗവസ്ത്രയുമായി മുന്നിലെത്തിയിരിക്കുകയാണ്. ഇത് കേവലം ഒരു ആയുധമല്ല, നവഭാരതത്തിന്റെ ആത്മവിശ്വാസമാണ്. എന്താണ് ഈ ആയുധം? ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. മുൻകാലങ്ങളിൽ നാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന ദീർഘവീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വേരുകൾ മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച ഭാർഗവസ്ത്രയിലൂടെ ഡ്രോൺ യുദ്ധമുറകളിൽ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ എത്തിയിരിക്കുകയാണ്. ശത്രുക്കളുടെ ഡ്രോൺ കൂട്ടത്തെ വെറും 10 സെക്കൻഡിൽ ഭസ്മമാക്കാൻ 64 മിസൈലുകൾ പായിക്കുന്ന ഈ കരുത്ത് ഇന്ന് ലോകത്ത് മറ്റൊരു രാജ്യത്തിനുമില്ല. പ്രധാനമന്ത്രി മോദി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: ഇന്ത്യക്കിനെ പുറകിൽ നിൽക്കാൻ കഴിയില്ല. 2026 ജനുവരി 19 ഭാർഗവസ്ത്രയെ കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ പ്രഖ്യാപനം ഇന്ത്യയുടെ ആത്മവീര്യത്തെ വാനോളം ഉയർത്തി. പ്രതിരോധ ബജറ്റിലെ വലിയൊരു ഭാഗം തദ്ദേശീയ ഗവേഷണങ്ങൾക്കായി മാറ്റിവെക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനം എങ്ങനെയാണ് ഫലപ്രദമാകുന്നത് ഭാർഗവസ്ത്ര തെളിയിച്ചു. ഇറക്കുമതി കുറയ്ക്കുക, ഇന്ത്യയിൽ നിർമ്മിക്കുക, ലോകത്തിന് നൽകുക, ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ പോളിസി. എന്തുകൊണ്ടാണ് ഭാർഗവസ്ത്ര ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത്? സെക്കൻഡുകൾക്കുള്ളിൽ ശത്രുവിനെ തകർക്കുന്നു. ഗൈഡഡ് മൈക്രോ മിസൈലുകൾ ലക്ഷ്യം തെറ്റാതെ കുതിക്കുന്നു. കോടികൾ വിലയുള്ള വിദേശ മിസൈലുകൾക്ക് പകരം കുറഞ്ഞ ചിലവിൽ നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യ. ഹിമാലയത്തിലെ മഞ്ഞുമലകളിലോ രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലോ ഒരുപോലെ പോരാടാൻ നമ്മുടെ സൈനികർക്ക് ഈ സംവിധാനം കരുത്തു പകരും. ശത്രു രാജ്യങ്ങളുടെ ഏത് ഭീഷണിയെയും നേരിടാൻ ഇന്ന് ഇന്ത്യ സജ്ജമാണ്. ഇന്ത്യ ഓരോ ദിവസവും പുതിയ ചുവടുവെപ്പിലേക്ക് പോകുന്ന കാഴ്ചയാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ മുതൽ വിക്രാന്ത് വിമാനവാഹിനി കപ്പൽ വരെ, ചന്ദ്രയാൻ മുതൽ ഇപ്പോൾ ഭാർഗവസ്ത്ര വരെ, ഓരോ നേട്ടവും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു സത്യത്തിലേക്കാണ്: ഇന്ത്യ ലോകത്തിന്റെ ശക്തി കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ രംഗത്ത് നാം നടത്തുന്ന ഈ സർജിക്കൽ കുതിച്ചുചാട്ടം അയൽ രാജ്യങ്ങളെ പോലും ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. ഭാർഗവസ്ത്ര എന്നത് വെറും ഒരു മിഷനല്ല, അത് ഭാരതത്തിന്റെ സൈനികരുടെ സംരക്ഷണ കവചമാണ്. 140 കോടി ജനങ്ങളുടെ അഭിമാനമാണ്. പുതിയ വെല്ലുവിളികളെ നേരിടാൻ പുതിയ ഇന്ത്യ തയ്യാറാണെന്ന പ്രഖ്യാപനമാണിത്. ലോകം മാറുകയാണ്. ആ മാറ്റത്തിന് നേതൃത്വം നൽകുന്നത് ഭാരതമാണ്. എന്താണ് ഈ ഭാർഗവസ്ത്ര എന്ന് നമുക്ക് ലളിതമായി നോക്കാം. ആധുനിക യുദ്ധങ്ങളിൽ ബോംബുകൾക്കും മിസൈലുകൾക്കും പകരം കുറഞ്ഞ ചിലവിൽ ശത്രുക്കൾ ഉപയോഗിക്കുന്നത് ഡ്രോണുകളെയാണ്. നൂറുകണക്കിന് ഡ്രോണുകൾ ഒരേ സമയം ആക്രമിക്കാൻ വരുന്നതിനെയാണ് ഡ്രോൺ സോം എന്ന് വിളിക്കുന്നത്. ഇവയെ സാധാരണ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുക പ്രായോഗികമല്ല. ഇവിടെയാണ് ഭാർഗവസ്ത്രയുടെ പ്രസക്തി. ഒരേ സമയം 64 മൈക്രോ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേയൊരു തദ്ദേശീയ പ്ലാറ്റ്ഫോമാണ് ഭാർഗവസ്ത്ര. വിദേശ രാജ്യങ്ങളിലെ സംവിധാനങ്ങൾ സാധാരണയായി 4 or 8 മിസൈലുകൾ മാത്രം വിക്ഷേപിക്കുമ്പോൾ ഇന്ത്യ ഇവിടെ ബഹുദൂരം മുന്നിലാണ്. വെറും 10 സെക്കൻഡിനുള്ളിൽ 64 മിസൈലുകളും തൊടുക്കാൻ ഇതിന് സാധിക്കും. അതായത് ശത്രു ഡ്രോണുകൾക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ അവയെ ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കുകയാണ്. ആദ്യമായി ദൂരെയുള്ള ഡ്രോൺ കൂട്ടങ്ങളെ ഗൈഡഡ് റോക്കറ്റുകൾ ഉപയോഗിച്ച് ചിതറിക്കുന്നു. അതിനുശേഷവും അടുത്തെത്തുന്ന ഡ്രോണുകളെ അതീവ കൃത്യതയുള്ള മൈക്രോ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുന്നു. 6 മുതൽ 10 കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളെ റഡാർ വഴി കണ്ടെത്താനും 2.5 കിലോമീറ്റർ ചുറ്റളവിൽ എത്തുന്നവയെ പൂർണ്ണമായി നശിപ്പിക്കാനും ഇതിന് സാധിക്കും. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആസ്ഥാനമായുള്ള സോളാർ ഡിഫൻസ് എന്ന ഇന്ത്യൻ കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത്. ഇതിലൂടെ വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ ഇന്ത്യ സ്വയം പര്യാപ്തത നേടിയിരിക്കുകയാണ്. ശത്രുവിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ നമ്മുടെ അതിർത്തികളിൽ ഭാർഗവസ്ത്ര കാവലുണ്ട്. കുറഞ്ഞ ചിലവിൽ ഉയർന്ന സുരക്ഷ, ഇതാണ് മോദി സർക്കാർ വിഭാവനം ചെയ്ത പുതിയ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രം. ലക്ഷങ്ങൾ മാത്രം വിലയുള്ള ഡ്രോണുകളെ തകർക്കാൻ കോടികൾ വിലയുള്ള മിസൈലുകളെ പാഴാക്കാതെ നമ്മുടെ സ്വന്തം ഭാർഗവസ്ത്രയിലൂടെ ആകാശത്ത് ഒരു ഉരുക്കുകോട്ട തന്നെ നാം തീർക്കുകയാണ്. ഭാരതം ഇന്ന് വെറും ഒരു രാജ്യമല്ല, ലോകത്തെ നയിക്കുന്ന ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ ഓരോ ചുവടുവെപ്പുകളിലൂടെ ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.
പ്രതിരോധ രംഗത്തായാലും ബഹിരാകാശ രംഗത്തായാലും ഇന്ത്യയുടെ കുതിപ്പ് ഇന്ന് ആർക്കും തടയാനാകാത്തതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും മേക്ക് ഇൻ ഇന്ത്യ എന്ന ലക്ഷ്യവും എങ്ങനെയാണ് നമ്മുടെ സൈന്യത്തിന് കരുത്താകുന്നത് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ശത്രുക്കളുടെ ഡ്രോൺ കൂട്ടങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ ചാമ്പലാക്കാൻ ശേഷിയുള്ള ഈ ആയുധം ഇന്ത്യയെ ഈ രംഗത്തെ ഏക ശക്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ പ്രതിരോധ രംഗത്ത് ഇന്ന് കാണുന്ന മാറ്റം കേവലം പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിലല്ല, മറിച്ച് ഇന്ത്യയുടെ മനോഭാവത്തിൽ വന്ന മാറ്റമാണ്. പണ്ട് ലോകത്തിനു മുന്നിൽ ആയുധങ്ങൾക്കായി കൈനീട്ടിയിരുന്ന രാജ്യം ഇന്ന് ലോകത്തിന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന ശക്തിയായി മാറുകയാണ്. പണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഇന്ന് നാം 80-ലധികം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുകയാണ്. 2024-25 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി സർവകലാ റെക്കോർഡിലെത്തിയത് ഈ മാറ്റത്തിന്റെ തെളിവാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറും ഒരു മുദ്രാവാക്യമല്ലെന്ന് ഭാർഗവസ്ത്ര തെളിയിക്കുകയാണ്. ടാങ്കുകൾ, മിസൈലുകൾ, വിമാനവാഹിനി കപ്പലുകൾ, തേജസ് യുദ്ധവിമാനങ്ങൾ എന്നിവയെല്ലാം ഇന്ന് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു. യുദ്ധസമയത്ത് വിദേശ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന പേടി ഇന്ന് ഭാരതത്തിനില്ല. നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ നമ്മുടെ തന്നെ മണ്ണിൽ നിർമ്മിച്ച ആയുധങ്ങൾ ഉണ്ട്. മറ്റു രാജ്യങ്ങൾ കോടികൾ ചിലവാക്കി ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യ അതിനേക്കാൾ മികച്ച രീതിയിൽ കുറഞ്ഞ ചിലവിൽ ചെയ്യുകയാണ്. ഭാർഗവസ്ത്ര ഇതിന് ഉദാഹരണമാണ്. കുറഞ്ഞ വിലയുള്ള ശത്രു ഡ്രോണുകളെ തകർക്കാൻ കുറഞ്ഞ ചിലവുള്ള മൈക്രോ മിസൈലുകൾ ഉപയോഗിക്കുന്നത് ഭാരതീയരുടെ ബുദ്ധി വൈഭവമാണ്. ഇന്ത്യയുടെ മാറ്റം നാം തിരിച്ചറിയണം. ഇത് വെറും ഒരു ആയുധത്തിന്റെ പുകഴ്ത്തലല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം കൈവരിച്ച ആത്മവിശ്വാസമാണ്. ഒരു കാലത്ത് റഷ്യയുടെയോ അമേരിക്കയുടെയോ സഹായമില്ലാതെ ഇന്ത്യക്ക് അതിർത്തി കാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവർ ഇന്ന് നമ്മുടെ ഭാർഗവസ്ത്രയെയും ബ്രഹ്മോസിനെയും നോക്കി അത്ഭുതപ്പെടുകയാണ്. ഇന്ന് ലോകം ഇന്ത്യയെ കാണുന്നത് സൈനികമായി ആരെയും ഭീഷണിപ്പെടുത്തുന്ന രാജ്യമായല്ല, മറിച്ച് സ്വന്തം മണ്ണും ജനതയെയും സംരക്ഷിക്കാൻ ആധുനികമായ ഏതു കരുത്തും പ്രകടിപ്പിക്കുന്ന ഒരു സൂപ്പർ പവർ ആയാണ്. പുതിയ ഇന്ത്യ ഓരോ ദിവസവും പുതിയ ചരിത്രം എഴുതുകയാണ്. അവസാനമായി ഒന്ന് പറയട്ടെ, ഭാർഗവസ്ത്ര എന്നത് വെറും ഒരു ആയുധമല്ല, അത് മാറി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച ഓരോ മാറ്റവും സുവർണാക്ഷരങ്ങളാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് കണ്ട ഈ മാറ്റം മേക്ക് ഇൻ ഇന്ത്യയിലൂടെ നാം നേടിയ ഈ കരുത്ത് കേവലം വാക്കുകളിലല്ല, മറിച്ച് പ്രവൃത്തിയിലാണ്. ഭാരതം ഇന്ന് ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് ആരെയും ഭയപ്പെടുത്താനല്ല, മറിച്ച് ആർക്കും ഭാരതത്തെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും സൈനികരുടെയും കഠിനാധ്വാനവും ഒന്നിക്കുമ്പോൾ ഭാർഗവസ്ത്രയെ പോലുള്ള വിസ്മയങ്ങൾ ഇനിയും ഉണ്ടാകും. ഇത് ഇന്ത്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഓരോ ചുവടുവെപ്പുകളിലൂടെ ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുന്ന കാഴ്ച നമുക്ക് അഭിമാനത്തോടെ നോക്കി നിൽക്കാം. ശത്രുക്കളുടെ ഏത് നീക്കത്തിനും ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തന്റെ മറുപടി നൽകാൻ നാം ഇന്ന് സജ്ജമാണ്. ഭാരതം സുരക്ഷിതമാണ്, ഭാരതം ശക്തമാണ്. ഇന്ത്യയുടെ ഈ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.